തമിഴ് വെട്രി കഴകത്തിന്റെ നേതാവായിക്കൊണ്ട് 2 വർഷത്തെ മാത്രം പ്രായമുള്ള ഒരു 3 വർഷം പോലും പ്രായമാകാത്ത ഒരു പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് ആളുകൾ കളിയാക്കുകയും ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്തു. എന്നാൽ ദിവസം കഴിയുന്തോറും വിജയിക്ക് കൃത്യമായ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ സപ്പോർട്ടും തമിഴ്നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ശിവകുമാർ മുന്നോട്ട് വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സിനിമാ നടൻ ശിവകുമാർ ചോദിക്കുന്നത്, യുവത്വത്തിൻ്റെ ഒരു പ്രതീകമായി വന്ന വിജയ് ഭരിക്കട്ടെ, എന്തിനാണ് അദ്ദേഹത്തെ ശല്യം ചെയ്യുന്നത്? തമിഴ്നാടിൻ്റെ ചരിത്രം അറിയാഞ്ഞവരാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇങ്ങനെ ഈ മുതിർന്ന നടനും സൂര്യയും കാർത്തി എന്നിവരുടെ പിതാവുമായ ശിവകുമാറും വിജയിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയ രംഗം നോക്കിയാൽ, തമിഴ്നാട് രാഷ്ട്രീയ രംഗം നോക്കിയാൽ, കാമരാജ് 9 വർഷം ജയിലിൽ കടന്നു. കാമരാജ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ, കാമരാജ് യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് മധുരയിൽ. കാമരാജ് എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ ഒരു അത്ഭുതമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ കാലത്തൊക്കെ വലിയ അത്ഭുതമായിരുന്നു. അവിടെ തമിഴ്നാട്ടിൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാമരാജിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു വയൽ തുടങ്ങുന്ന സ്ഥലത്ത് കൂടെ കാറിൽ യാത്ര ചെയ്യുകയാണ്. കാരണം തമിഴ്നാടിൻ്റെ ഭൂമിശാസ്ത്രം അങ്ങനെയാണല്ലോ. വയലുള്ള ഇടയിൽ കൂടെ കിടക്കുന്ന റോഡ് യാത്ര ചെയ്യുമ്പോൾ കാമരാജ് പറഞ്ഞു, എൻ്റെ വീട് ഇവിടെ അടുത്താണ് എന്ന് പറഞ്ഞപ്പോൾ, കുടുംബ വീട്, നെഹ്റു പറയുന്നത് അമ്മയെ കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ തന്നെ വീണ്ടും കാർ പോകുമ്പോൾ ഒരു വിജനമായ സ്ഥലത്തെത്തുമ്പോൾ അവിടെ പെട്ടെന്ന് കാർ നിർത്താൻ പറയുന്നു. കാർ നിർത്തുന്നു. കാമരാജ് ഗ്ലാസ് താഴ്ത്തിന് ചെയ്യും. അപ്പം നെഹ്റുവിന് സംശയമായി, ഇവിടെ എന്തിനാണ് ഈ വഴിയിൽ ആൾ താമസമൊന്നുമില്ലാത്ത വഴിയിൽ എന്തിനാണ് കാർ നിർത്തിയതെന്ന്. കാര്യം വയലാണല്ലോ. പക്ഷെ വയലിൽ കുറച്ച് സ്ത്രീകൾ ജോലി ചെയ്തുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോഴാണ് കാമരാജ് അമ്മ എന്ന് വിളിച്ചത്, കൂപ്പിടുക എന്ന് പറയുന്ന തമിഴിൽ വിളിച്ചത്. ഉടൻ തന്നെ ശരീരം മുഴുവൻ ചെളിയുമായി നിൽക്കുന്ന ഒരു സ്ത്രീ വന്ന് കാമരാജിനെയും നെഹ്റുവിനെയും തൊഴുമ്പോൾ കാമരാജ് പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ അമ്മ എന്ന് പറയുമ്പോൾ നെഹ്റു അക്ഷരാർത്ഥത്തിൽ സന്തോഷം കൊണ്ട് കരഞ്ഞു എന്നാണ് പറയുന്നത്. എന്നിട്ട് അയ്യോ ഇതാണ് അമ്മ എന്ന് ചോദിച്ചുകൊണ്ട് തൊഴുകയൊക്കെ ചെയ്തു. അത് വേറെ വലിയ വൈകാരികമായ വിഷയമായിട്ടാണ് ചരിത്രത്തിൽ കിടക്കുന്നത്. ആ കാമരാജ് 9 വർഷമാണ് ജയിലിൽ കിടന്നത്. അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതെല്ലാം ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം അറിയണം. മരിക്കുമ്പോൾ 140 രൂപയും 5-6 പുസ്തകങ്ങളും 2 ജോഡി ചെരുപ്പുകളും 4-5 കുർത്തകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. അത്ര വലിയ ഗാന്ധിയനും ആദർശധീരനുമായ കാമരാജിൻ്റെ നാട്ടിലാണ് യുവത്വം വിജയിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ഇങ്ങനെയുള്ളൊരു നേതാവിന് കാണാനാകുമോ? എങ്കിലും അദ്ദേഹം പരാജയപ്പെട്ടു. അതിനുശേഷം ദ്രാവിഡ പാർട്ടികൾ ഏതാണ്ട് 60 വർഷത്തോളം സംസ്ഥാനം ഭരിച്ചു. ആ കാമരാജിനെയും തമിഴ്നാട് തൂത്തെറിഞ്ഞു. 60 വർഷം ഭരിച്ചു. ഇന്ന് DMK ADMK വേണ്ട, അവർക്ക് വിജയിക്ക് വോട്ട് ചെയ്തു. ആരധികാരത്തിൽ വരണമെന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വോട്ട് ചെയ്തവരിൽ 90% യൂത്താണ്. യൂത്ത് വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ പണം വാങ്ങാതെയാണ് വോട്ട് ചെയ്തത്. എൻ്റെ സ്വന്തം പേരക്കുട്ടി സൂര്യയുടെ മകൻ വോട്ട് ചെയ്തു. അവരാണ് ഭാവി. ജനങ്ങൾക്ക് മാറ്റം വേണമായിരുന്നു. ജനങ്ങൾ അവരുടെ നേതാവിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് മാറണം എന്ന് പറയാൻ നമ്മൾ ആരാണ്? ഇതാണ് ശിവകുമാറിൻ്റെ ചോദ്യം. വളരെ കൃത്യമായിട്ടുള്ള ഒരു ചോദ്യമാണ്. വിജയിക്ക് നമുക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കാം. അദ്ദേഹം വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. കോയമ്പത്തൂരിൽ നടന്ന ഒരു ആശുപത്രി ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന ശിവകുമാർ കടുത്ത DMK അനുഭാവിയായ നടൻ സത്യരാജും ഒപ്പമുണ്ടായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. DMKയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ സജീവമായിരുന്ന ആളാണ് സത്യരാജ്. തമിഴ്നാട് തിരഞ്ഞെടുപ്പിൽ പാർട്ടി പരാജയപ്പെട്ടതിന് അദ്ദേഹം അടുത്തിടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ദ്രാവിഡ മാതൃകയിലുള്ള സർക്കാരിൻ്റെയും മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ്റെയും അനുഭാവിയാണ്. മുത്തുവേൽ കരുണാനിധി സ്റ്റാലിനോടും ദ്രാവിഡ മുന്നേറ്റ കഴകത്തോടുമുള്ള എൻ്റെ പിന്തുണ വരും കാലങ്ങൾ കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഞാൻ അഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ, സന്തോഷത്തോടെ, പ്രസന്നതയോടെ പ്രഖ്യാപിക്കുമെന്നായിരുന്നു വീഡിയോയിൽ സത്യരാജ് പറഞ്ഞത്. സത്യരാജ് ഇപ്പോഴും DMKയുടെ കൂടെ തന്നെയാണ്, സ്റ്റാലിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ സത്യരാജിൻ്റെ മകനും നടനുമായ സിബി സത്യരാജ് വിജയുടെ കടുത്ത ആരാധകനാണ് എന്നതാണ് രസകരമായ കാര്യം. തെരഞ്ഞെടുപ്പ് പിന്നാലെ സിബി വിജയിയെ നേരിട്ട് കണ്ടിരുന്നു. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം 60 വർഷങ്ങൾക്ക് ഉള്ള DMK ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന് മാറ്റം കൊടുത്തിരിക്കുന്നു. 60 വർഷങ്ങൾക്ക് മുമ്പ് ഈ സൂചിപ്പിച്ചതുപോലെ കാമരാജിൻ്റെ തമിഴ്നാട്, കോൺഗ്രസിൻ്റെ തമിഴ്നാട് കൃത്യമായി DMK ദ്രാവിഡ മുന്നേറ്റ കഴകം കരുണാനിധിയുടെ നേതൃത്വത്തിൽ കൊണ്ടുപോയി. കരുണാനിധി വന്നു, MGR വന്നു, ജയലളിത വന്നു, ഒരുപാട്. അപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്
നീണ്ടകാലം കൽപ്പാന്തകാലം ഒരു പ്രസ്ഥാനത്തിനും ഒരു പാർട്ടിക്കും നിലനിൽപ്പില്ല എന്നതാണ് രാഷ്ട്രീയം തെളിയിക്കുന്നത്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി 100 വർഷം കഴിയുമ്പോൾ അവർ ഒരിടത്തും അധികാരത്തിലില്ലാത്ത രീതിയിലാണ് പോയിരിക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയം നമ്മളോട് പറയുന്നതും ഇന്ത്യൻ രാഷ്ട്രീയം നമ്മളോട് പറയുന്നതും ആർക്കും അങ്ങനെ ഈ രാജ്യവും ജനാധിപത്യവും തീരെഴുതി കൊടുത്തിട്ടില്ല. 47 മുതൽ 77 വരെ കോൺഗ്രസ് ഇരുന്നെങ്കിൽ 77 കോൺഗ്രസ് താഴ്ന്നു, ജനതാ പാർട്ടികൾ വന്നു. വീണ്ടും 2002 ആകുമ്പോൾ BJP വരുന്നു. 2016 BJP ശക്തമായി മുന്നോട്ടിൽ വരുന്നു. വളരെ ശക്തമായി 16, 21, 26 ഒക്കെ 26 വരെ വളരെ ശക്തമായി BJP മുന്നോട്ട് വരുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു സൗന്ദര്യമാണ്. കൽപ്പാന്തകാലം ആർക്കും സാധ്യതയില്ല. ഇപ്പോൾ വിജയിയുടെ കാലമാണ്. അത് യുവാക്കളുടെ കാലമാണ്, യുവത്വത്തിൻ്റെ കാലമാണ്. അത് അതുപോലെ തന്നെ സംഭവിക്കട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും നമുക്കും നേരെ.